Hi friends, this video is a continuation. In the heading, you can see market all-time high hit ചെയ്തിട്ട് ലാഭം കിട്ടാത്ത swing traders-ന് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കൺസെപ്റ്റ് ഷെയർ ചെയ്തിരുന്നു. 14 മാസം ഞാൻ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരു ക്വാർട്ടർ റിസൾട്ട് വരുന്ന സമയത്ത് സ്റ്റോക്ക് റിസൾട്ട് ബെസ്റ്റായിട്ട് കൊടുക്കുന്ന സ്മോൾ ക്യാപ് സ്റ്റോക്ക്, ബേസിക്കലി സ്മോൾ ക്യാപ്പാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ് സ്റ്റോക്സ് അത് ബെസ്റ്റ് റിസൾട്ട് കൊടുത്താൽ അതിനെ നമ്മൾ ഫണ്ട് അനാലിസിസിലേക്ക് മാറ്റുന്നു. ആ ഫണ്ടിൽ സർട്ടൻ ബിഹേവിയർ അനാലിസിസ് കാണിക്കുന്ന സ്റ്റോക്കുകളിൽ ഫസ്റ്റ് പുൾ ബാക്കിൽ എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഒരു അപ്രീസിയേഷൻ കൊടുത്തിട്ട് വരുന്ന ഫസ്റ്റ് പുൾ ബാക്കിൽ എൻട്രി ചെയ്യുന്നു, ഡീസൻ്റായിട്ട് ലാഭം എടുക്കുന്നു. അതേ ക്വാർട്ടറിൽ തന്നെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. കാര്യം അതിൻ്റെ അടുത്ത ക്വാർട്ടറിൽ എന്ത് റിസൾട്ട് ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കാർക്കും നിശ്ചയമില്ല. റിസൾട്ട് നല്ലതാണെങ്കിൽ വീണ്ടും ആ സ്റ്റോക്കിൽ കയറാം. റിസൾട്ട് നല്ലതല്ല എങ്കിൽ സ്റ്റോക്കിൽ നമ്മൾ ട്രാപ്പായി പോകത്തില്ല. നമ്മൾ സ്റ്റോക്കിൽ നിന്ന് സേഫായിട്ട് നമ്മൾ എക്സിറ്റ് ആയിക്കണം. ഈ ഒരു വീഡിയോ ബേസിക്കലി നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വാല്യുവേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ സ്റ്റോക്ക് മേടിക്കാത്ത, സ്റ്റോക്ക് ട്രേഡ് ചെയ്യാത്ത സ്വിംഗ് ട്രേഡേഴ്സിന് ഈ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് എന്താണ് വാല്യുവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വാല്യുവേഷൻ എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിലെ, സ്വിംഗ് ട്രേഡിങ്ങിലെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിങ്ങിലെ ഏറ്റവും മോസ്റ്റ് ക്രിട്ടിക്കൽ മാട്രിക്സ്. വാല്യുവേഷൻ എന്ന് വെച്ചാൽ ലേമാൻസ് ലാംഗ്വേജ് പറഞ്ഞാൽ ന്യായവില എന്നാണ് ശരിക്കും. സ്റ്റോക്ക് ഒരു ന്യായവില എത്തുമ്പോൾ മാത്രമേ സ്റ്റോക്കിൽ നമ്മൾ എൻട്രി ചെയ്യാവുള്ളൂ ശരിക്കും. അതാണ് ബേസിക് കൺസെപ്റ്റ് ശരിക്കും. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൽ പല മെത്തേഡിൽ ന്യായവില കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്, മനസ്സിലായോ? ഇപ്പം ഇൻട്രിൻസിക് വാല്യൂ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ വെച്ച് സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ കണ്ടിട്ട് അതിൽ ന്യായവിലയായിട്ട് കമ്പയർ ചെയ്യുക ശരിക്കും. ചില ആൾക്കാർ ഇൻട്രിൻസിക് വാല്യൂ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആൾക്കാർ എൻ്റർപ്രൈസ് വാല്യൂ ബൈ എബിറ്റ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പെഗ് റേഷ്യോ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് വേസ് ആൻഡ് മീൻസ് ഓഫ് ഡൂയിങ് ദിസ് വാല്യുവേഷൻ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ബേസിക്കലി PE റേഷ്യോ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോക്കിനൊരു PE വാല്യൂ ഉണ്ട്, സ്റ്റോക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് ഒരു PE വാല്യൂ ഉണ്ട്. PE വാല്യൂ മീൻസ് പ്രൈസ് ബൈ ഏണിങ്സ് പെർ ഷെയർ, EPS എന്ന് പറയും. ശരി, EPS എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ ക്വാർട്ടറിലും റിസൾട്ട് വരുമ്പോൾ റിസൾട്ടിനെ ബേസ് ചെയ്ത് വരുന്ന ഏണിങ്സ് പെർ ഷെയർ ആണ് EPS എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിലിംഗ് 12 months EPS ആണ് PE റേഷ്യോയിൽ ഉപയോഗിക്കുന്ന വാല്യൂ. ട്രെയിലിംഗ് 12 months EPS എന്ന് വെച്ചാൽ ലാസ്റ്റ് 12 മാസത്തെ, അതായത് ലാസ്റ്റ് 4 ക്വാർട്ടറിലെ EPSൻ്റെ സമ്മാണ് ശരിക്കും. ഈ ലേറ്റസ്റ്റ് റിസൾട്ട്, ക്വാർട്ടർ റിസൾട്ട് തന്ന Q2 റിസൾട്ട് തന്ന EPS പ്ലസ് Q1-ലെ EPS പ്ലസ് കഴിഞ്ഞ കൊല്ലത്തെ Q4-ലെ EPS പ്ലസ് കഴിഞ്ഞ കൊല്ലത്തെ Q3-ലെ EPS, ഇതാണ് 12 മാസത്തെ EPSൻ്റെ ടോട്ടൽ. ഇനി നമ്മൾ ഈ Q3 ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുമല്ലോ, വിത്തിൻ നെക്സ്റ്റ് 10 days Q3 കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ Q4-ലേക്ക് കിടക്കും. അപ്പോൾ Q3 റിസൾട്ട് വരും. Q3 റിസൾട്ട് വരുമ്പോൾ EPS വീണ്ടും മാറും. അപ്പോൾ EPS എങ്ങനെ നമ്മൾ എടുക്കുന്നത്? Q3-ലെ റിസൾട്ടിൻ്റെ EPS പ്ലസ് Q2 റിസൾട്ടിൻ്റെ EPS പ്ലസ് Q1 റിസൾട്ടിൻ്റെ EPS പ്ലസ് കഴിഞ്ഞ ലാസ്റ്റ് ഇയറിലെ Q4 റിസൾട്ടിൻ്റെ EPS. Q4, Q1, Q2, Q3 ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4 ക്വാർട്ടർ റിസൾട്ടാണ് EPS ആയിട്ട് നമ്മൾ എടുക്കുന്നത്. പ്രൈസ് എന്ന് പറയുന്ന മാർക്കറ്റ് പ്രൈസാണ്. അപ്പോൾ പ്രൈസ് ബൈ EPS ആണ് PE റേഷ്യോ എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ല മെട്രിക്സ് ശരിക്കും. നമ്മൾ ഈ മെട്രിക്സിനെ ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻഡസ്ട്രി PE-ക്കാട്ടിലും മേളിലാണോ, നോർമലാണോ, താഴെയാണോ? ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് വാല്യുവേഷൻ അനാലിസിസ്. മേളിലാണെങ്കിൽ നമ്മൾ ഓവർ വാല്യൂഡ് എന്ന് പറയാം, ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ റീസണബിളി വാല്യൂഡ് എന്ന് പറയാം, താഴെയാണെങ്കിൽ അണ്ടർ വാല്യൂഡ് എന്ന് പറയാം ശരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റായിട്ട് പെർഫോമൻസ് തരുന്ന സ്റ്റോക്കുകൾ, ഏത് സ്റ്റോക്ക് വേണം ആയിക്കോട്ടെ, ഈ ലാർജ് ക്യാപ്പോ മിഡ് ക്യാപ്പോ എന്ത് വേണം ആയിക്കോട്ടെ, കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകളിൽ നോർമൽ കേസിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഡിമാൻഡ് കൂടുതലാകുമ്പോൾ അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. ഡിമാൻഡ് കൂടുതലാകുമ്പോൾ പ്രൈസ് കൂടുന്നു, ചെറിയ കറക്ഷന് പോകുന്നു, വീണ്ടും കൂടുന്നു, വീണ്ടും കറക്ഷൻ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ചെറിയ സിഗ്സാഗായിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ സ്റ്റോക്കുകളിലേക്ക് നോർമൽ കേസിൽ ആ സ്റ്റോക്കിൻ്റെ PE വാല്യൂ ഇൻഡസ്ട്രി PE വാല്യൂലേക്കാളിലും എപ്പോഴും കുറച്ച് മുകളിലായിരിക്കും. അതേസമയം നമുക്ക് PE വാല്യൂ താഴെയുള്ള ഇഷ്ടംപോലെ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് പല പല സെഗ്മെൻറ്റിൽ പല പല കാറ്റഗറിയിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നല്ലതായിട്ടും PE വാല്യൂ താഴെ കിടക്കുന്നത്? അതിൻ്റെ സിമ്പിൾ റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്റ്റിനെ കുറിച്ച്, ഫ്യൂച്ചർ ഏണിങ്ങിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഫസ്റ്റ് ഫാക്ടർ.
അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ് സ്റ്റോക്ക് പി വാല്യൂ അണ്ടർ വാല്യൂഡ് ആയിരിക്കും, പെർഫോമൻസ് ബെസ്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ സ്റ്റോക്കുകളെ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് പേഴ്സണലി വാച്ച് ചെയ്യാൻ തുടങ്ങും. ഇവൻ എവിടം വരെ പോകുന്നു, ഇവൻ എങ്ങനെയാണ് ഏത് ലെവലിൽ നിന്നാണ് കയറാൻ പോകുന്നത് എന്നുള്ളത്. കമ്പനികളെ വാച്ച് ചെയ്യും, സ്റ്റോക്കിനെ വാച്ച് ചെയ്യും, പ്രൊഡക്റ്റിനെ വാച്ച് ചെയ്യും. അവരുടേതായിട്ടുള്ള സ്റ്റഡീസ് അവർ നടത്തും. ഈ സ്റ്റോക്കിനെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച്, ഫിനാൻഷ്യൽ റേഷ്യോസിനെ കുറിച്ച്, ഇതേത് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നു, ഇത് ബ്രാൻഡ് ലീഡറാണോ, ബ്രാൻഡ് ലീഡർ ആകാനുള്ള സാധ്യതയുണ്ടോ, സ്റ്റോക്ക് വരാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും ടേക്ക് ഓവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള പാരാമീറ്റേഴ്സിനെ കുറിച്ച് ദേ വിൽ കീപ്പ് ഓൺ ഇൻവെസ്റ്റിഗേറ്റിംഗ്. അങ്ങനെ ഒരു ലെവൽ വരുമ്പോഴത്തേക്കും സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് കൂടുന്നു, പക്ഷേ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്. ഒരു ലെവൽ എത്തുമ്പോഴത്തേക്കും സ്റ്റോക്ക് ഒറ്റ കയറ്റം ശരിക്കും. അതിനെയാണ് ഇൻഫ്ലക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 1 മാസം 2 മാസം 3 മാസം ഉണ്ടെങ്കിൽ സ്റ്റോക്ക് 40%, 50%, 60% കൊടുക്കാൻ കേപ്പബിലിറ്റി കാണിക്കും സ്റ്റോക്ക്. ആ ലെവലിൽ എന്താ പറയുക, ഇൻഫ്ലേഷൻ പോയിൻറ്റ് നമ്മൾ സാറിൻ്റെ റിറ്റെയിലേഴ്സ് സ്റ്റോക്ക് ബൈ ചെയ്യാറില്ല. വലിയ വലിയ ആൾക്കാരെ മേടിക്കുന്നത്. ഇൻഫ്ലേഷൻ പോയിൻ്റ് സ്റ്റോക്ക് നല്ലോണം കയറി കഴിയുമ്പോഴായിരിക്കും നമ്മൾ സാധാരണ റീറ്റെയിലർ ആ സ്റ്റോക്കിനെ ശ്രദ്ധിക്കുന്നതും കയറാൻ പോകുന്നതും. ആ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഓൾറെഡി 40%, 50% കയറി കഴിഞ്ഞിരിക്കും സ്റ്റോക്ക്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ക്വാർട്ടർ ഓൾമോസ്റ്റ് കഴിയും. നെക്സ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ ഓൾറെഡി സ്റ്റോക്കിൽ കയറി, നമ്മൾ കയറുമ്പോൾ തന്നെ 40%, 50% അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് കയറുന്നത്. അടുത്ത ക്വാർട്ടർ റിസൾട്ട് മോശമാണെങ്കിൽ സ്റ്റോക്ക് നേരെ കറക്ഷനിലേക്ക് പോകും. അങ്ങനെയാണ് സാധാരണ റീറ്റെയിലേഴ്സ് സ്റ്റോക്കിൽ പെട്ടു പോകുന്നതും നഷ്ടം വരുന്നതും. അതുകൊണ്ടാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ ബേസിൽ, വാല്യൂവിൻ്റെ ബേസിൽ നിങ്ങൾ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ബേസിൽ ടെക്നിക്കലായിട്ട് നിങ്ങൾ ആ സ്റ്റോക്കിനെ അസസ് ചെയ്യുകയാണെങ്കിൽ, ആ ടെക്നിക്കൽ അസസ്മെൻറ്റിൽ സ്റ്റോക്ക് കയറാൻ പോകുന്ന സ്റ്റോക്ക് കാണിക്കുന്ന ചില ബിഹേവിയർ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് 1.5 മാസം 2 മാസം സെയിം ക്വാർട്ടർ റിസൾട്ട് കൊണ്ട് തന്നെ യു ക്യാൻ മേക്ക് ബെസ്റ്റ് റിസൾട്ട്. ആൻഡ് ആ റിസൾട്ട് ആ ക്വാർട്ടർ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സ്റ്റോക്കിൽ നിന്ന് സൈൻ ഔട്ട് ആകാൻ സാധിക്കും, എക്സിറ്റ് ചെയ്യാൻ സാധിക്കും ശരിക്കും. അങ്ങനെ വേണം ഷോർട്ട് ടൈം ട്രേഡ് നിങ്ങൾ പൊസിഷൻ ചെയ്യാനായിട്ട്. കാര്യം റിസ്ക് കുറവാണ്. മാക്സ് നമ്മൾ സ്റ്റോക്കിൽ കയറി സ്റ്റോക്ക് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ പുൾ ബാക്കിൽ കയറുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ചെറുതായിരിക്കും. നമുക്ക് മിനിമം ലോസിൽ ഇറങ്ങാൻ സാധിക്കും. നമ്മളൊരിക്കലും പെട്ടുപോകാമെന്നുള്ള സങ്കല്പം സ്റ്റോക്കിൽ വരുന്നില്ല ഷോർട്ട് ടൈം ട്രേഡിൽ. ഇവിടാണ് വാല്യുവേഷൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് വരുന്നത് ശരിക്കും. വാല്യുവേഷൻ എന്ന് പറയുന്ന സംഗതി നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ്റെ പെർഫോമൻസ് അനുസരിച്ച് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഏതെങ്കിലും ഒരു ക്വാർട്ടറിൽ ഒരു EPS വീക്കായി കഴിഞ്ഞാൽ വാല്യുവേഷൻ സ്റ്റക്കപ്പായി. അവിടെ സ്മോൾ ക്യാപ്പ് ആയതുകൊണ്ട് സ്റ്റക്കപ്പിൽ നിന്നും വളരെ ഫാസ്റ്റായിട്ടാണ് സ്റ്റോക്ക് കറക്ഷനിലേക്ക് പോകുന്നത്. അതാണ് റീറ്റെയിലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസ് മാനേജ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ വാല്യുവേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനുള്ള ഇമ്പോർട്ടൻസ് നിങ്ങളിപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാല്യുവേഷൻ അനാലിസിസ് നമ്മൾ നടത്തുന്നത്, ഞാൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത് www.screener.in എന്ന് പറയുന്ന സൈറ്റിൽ കൂടാണ്. പല സൈറ്റുകളുണ്ട്, എല്ലാ സൈറ്റും നല്ലതാണ്. ഞാൻ ആദ്യം മുതൽ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഇതുമായിട്ട് കൂടുതൽ താതാൽപ്യം പ്രാപിച്ചു ശരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ശരിക്കും. വാല്യുവേഷൻ മാത്രമല്ല ഫണ്ട അനാലിസിസ്. വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ROE ഉണ്ട്, ROC ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉണ്ട്, പല ഫിനാൻഷ്യൽ റേഷ്യോസ് വേറെ. ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ആക്ച്വലി. അതെല്ലാം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കണം. വാല്യുവേഷൻ വളരെ ക്രിട്ടിക്കലായതുകൊണ്ടാണ് ഞാൻ വാല്യുവേഷൻ പോയിന്റിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ PE റേഷ്യോ ആണ് നമ്മൾ വാല്യുവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണമായിട്ടുള്ള ഒരു മെട്രിക്സ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ PE റേഷ്യോ നമ്മളെങ്ങനെ കമ്പയർ ചെയ്യുന്നത്. ഇൻഡസ്ട്രി PE റേഷ്യോ ആയിട്ട് സ്റ്റോക്കിൻ്റെ PE റേഷ്യോ കമ്പയർ ചെയ്തിട്ടാണ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ മുകളിലാണോ നോർമലാണോ താഴെയാണോ എന്ന് മനസ്സിലാക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ അസസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് നമ്മൾ ആ സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും. വാല്യുവേഷനെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ കാണിച്ചു തരാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വാല്യുവേഷൻ, അതായത് Q1 റിസൾട്ട് Q2 ജൂലൈ 3rd വീക്കിൽ വന്ന സ്റ്റോക്കിൽ അന്ന് 340 താഴെയായിരുന്നു സ്റ്റോക്കിൻ്റെ വില. ദാറ്റ് മീൻസ് ബ്യൂട്ടിഫുൾ റിസൾട്ടാണ് കൊടുത്തത്. അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക്. ആ സ്റ്റോക്ക് അവിടെ നിന്നൊരു കയറ്റം കയറ്റിയിട്ട് അതേ ക്വാർട്ടറിൽ സ്റ്റോക്ക് 750+ കൊണ്ട് നിർത്തി. സെയിം ക്വാർട്ടറിൽ ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 2 months എത്ര % റിട്ടേൺ കൊടുത്തത്? മോർ ദാൻ 130-140% ആണ് റിട്ടേൺ കൊടുത്തത്. എന്നിട്ട് സ്റ്റോക്ക് അവിടെ നിന്ന് സ്റ്റക്കപ്പായി. എന്തിനാണ്? Q2 റിസൾട്ട് Q3യിൽ എങ്ങനെയാണെന്ന് അസസ് ചെയ്യാൻ വേണ്ടി. Q2 റിസൾട്ട് Q3യിൽ വന്നപ്പോഴത്തേക്കും ഈക്വലി ബെറ്റർ റിസൾട്ടാണ് കൊടുത്തത്. ബെറ്റർ റിസൾട്ട് കൊടുത്തിട്ട് എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് 763ൽ നിന്നും സ്റ്റോക്ക്
It touched more than 1,000 plus. So over a period of 4 to 5 months, 327 നിന്നും സ്റ്റോക്ക് more than 300 ടൈംസിന് മേളിൽ റിട്ടേൺ കൊടുത്തു. സി നമ്മുടെ കൺസെപ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് 4 months ട്രേഡിൻ്റെ കൺസെപ്റ്റിലില്ല. നമ്മുടെ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ കൺസെപ്റ്റിൽ ബേസിക്കലി ആ ക്വാർട്ടർ റിസൾട്ട് ബെസ്റ്റ് ആണെങ്കിൽ അത് കാണിക്കുന്ന സർട്ടൻ ബിഹേവിയർ ടെക്നിക്കൽ സൈഡിൽ കണ്ടുപിടിച്ചിട്ട് എൻട്രി ചെയ്യുക, ഡീസൻറ്റ് ലാഭം എടുക്കുക, സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. അടുത്ത ക്വാർട്ടർ വീണ്ടും റിസൾട്ട് നല്ലതാണെങ്കിൽ നമുക്ക് അപ്പം കയറുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 17 ആയിരുന്നു. ഈ സ്റ്റോക്കിലെ ബെസ്റ്റ് പെർഫോമൻസ് വന്ന സമയത്ത് അതിൻ്റെ ഇൻഡസ്ട്രി വാല്യുവേഷൻ 37 ആയിരുന്നു. 37 നിന്നും 17 എന്നുള്ള അണ്ടർ വാല്യൂഡ് സ്റ്റേറ്റിൽ നിന്നും സ്റ്റോക്ക് 3 times പോയപ്പോൾ ഇൻഡസ്ട്രി വാല്യുവേഷൻ 41-42 ആയി. സ്റ്റോക്കിൻ്റെ വാല്യൂ 50 ക്രൂസ് ചെയ്തു ശരിക്കും. നൗ ഇറ്റ് ഈസ് ഓവർ വാല്യൂഡ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അടുത്ത ക്വാർട്ടറിൽ നമ്മൾ Q4 കയറാൻ നേരത്തെ Q3 റിസൾട്ട് ഈക്വലി ബെസ്റ്റ് ആണെങ്കിൽ മാത്രമേ സ്റ്റോക്കിന് തിരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. സപ്പോസ് Q3 റിസൾട്ട് മോശമാണെങ്കിൽ ദർ ഇസ് എ ബിഗ് ചാൻസ് ഓഫ് എ കറക്ഷൻ. ദർ ഈസ് ഓൾവേസ് എ ഹ്യൂജ് പ്രോബിലിറ്റി ഓഫ് എ കറക്ഷൻ. ഒരു കറക്ഷൻ പ്രോബിലിറ്റി വളരെ ഹ്യൂജാണ്. സോ വി വിൽ നോട്ട് ടേക്ക് ഇൻ എ റിസ്ക് ആക്ച്വലി. അതുപോലെ നിങ്ങൾ ഒരു ചാർട്ടും കൂടെ കാണിച്ചു തരാം. ആ ചാർട്ട് എന്താണെന്ന് വെച്ചാൽ Q1 റിസൾട്ട് Q2 വന്നപ്പോൾ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലാണ് വന്നത്. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ലെസ് ദാൻ 640 ആയിരുന്നു. റിസൾട്ട് ബെസ്റ്റായി. സ്റ്റോക്ക് ഓവർ എ പീരീഡ് ഓഫ് 2 weeks കൊണ്ട് 811 ഹിറ്റ് ചെയ്തു, 33% ഹിറ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റോക്ക് അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു. സ്റ്റേ ബാക്ക് എന്തിനാണ് ചെയ്തത്? Q2 റിസൾട്ട് Q3 വരാൻ നേരത്ത് നല്ല റിസൾട്ട് ആയിരുന്നു എങ്കിൽ അത് വീണ്ടും അവിടെ നിന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത്? Q2 റിസൾട്ട് Q3 വന്നപ്പോഴത്തേക്കും റിസൾട്ട് മോശമായി. സ്റ്റോക്ക് 811 നിന്നും കറക്റ്റ് ചെയ്തിട്ട് 540 താഴെ പോയി. ഇങ്ങനത്തെ കേസുകളിലാണ് വാല്യുവേഷൻ നോക്കാതെ കയറുന്ന ആൾക്കാർ പെട്ടുപോകുന്നത്. നിങ്ങൾക്ക് തന്നെ സംഭവിക്കാൻ പാടില്ല. നിങ്ങളുടെ എല്ലാ ട്രേഡ്സും വാല്യുവേഷൻ്റെ ബേസിലായിരിക്കണം നിങ്ങൾ പൊസിഷൻ ചെയ്യേണ്ടത്. അതിൻ്റെ സിമ്പിൾ 2 എക്സാമ്പിളാണ്. നിങ്ങൾ ഈ 2 ചാർട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ആദ്യം പറഞ്ഞ സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ പ്രൈസ് ജൂലൈ മാസം 3ാമത്തെ ആഴ്ച Q1 റിസൾട്ട് വരുന്ന സമയത്ത്, ഏപ്രിൽ മെയ് ജൂണിലെ പെർഫോമൻസ് വരുന്ന സമയത്ത് 327 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ വാല്യുവേഷൻ വന്നിട്ട് ദാറ്റ് മീൻസ് പി റേഷ്യോ വന്നിട്ട് ജസ്റ്റ് 17 ആയിരുന്നു, 17 ആയിരുന്നു. അതുൾപ്പെടുന്ന ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ വന്നിട്ട് 37 ആയിരുന്നു. സോ എഗൻസ്റ്റ് 37 സ്റ്റോക്ക് വാസ് അണ്ടർ വാല്യൂഡ്. 37 അഗൻസ്റ്റ് ആയിട്ട് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വന്നിട്ട് 17 ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റോക്ക് ഹ്യൂജ്ലി അണ്ടർ വാല്യൂഡ് ആയിരുന്നു, ബട്ട് പെർഫോമിംഗ് എക്സലന്റ്ലി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റിസൾട്ട് വന്നതിനോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിന് 2 ബ്യൂട്ടിഫുൾ ഓർഡേഴ്സ് അവർക്ക് കിട്ടിയതിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ അവർ പബ്ലിഷ് ചെയ്തു. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? സ്റ്റോക്കിലെ ഏർണിങ്സ് ഗ്രോത്തിനെ കുറിച്ച് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തു. ഡിമാൻഡ് കൂടി. 327 നിന്നും അവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 2 months സ്റ്റോക്ക് 763 രൂപ ഹിറ്റ് ചെയ്തു. എത്ര പെർസെന്റ് ഹിറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് നോക്കൂ. സംതിങ് അറൌണ്ട് 120% അല്ലെ, 120-130% ഹിറ്റ് ചെയ്തത്. 763 എത്തിയതിനു ശേഷം സ്റ്റോക്ക് ഒന്ന് സ്റ്റക്കപ്പ് ആയി അവിടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് Q2 റിസൾട്ട് വരേണ്ട സമയമായി കഴിഞ്ഞു. Q2 റിസൾട്ട് ഒന്നുകൂടെ ബെസ്റ്റ് ആയിരുന്നു. Q2 റിസൾട്ട് ബെസ്റ്റ് ആയപ്പോൾ സ്റ്റോക്ക് ഒന്ന് പുൾ ബാക്കിൽ പോയതിനു ശേഷം ഒരൊറ്റ കയറ്റം കയറ്റി. 763 നിന്ന് സ്റ്റോക്ക് 1099 കയറ്റി. ദാറ്റ് മീൻസ് ജൂലൈ ലാസ്റ്റ് വീക്കിൽ 327 ആയിരുന്ന സ്റ്റോക്ക് ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 5 months 1099 രൂപയിലെത്തി. 3 times ആണ് റിട്ടേൺ കൊടുത്തത്. കാര്യം എന്താ? ഫസ്റ്റ്, വാല്യുവേഷൻ വാസ് വെരി ചീപ്പ്. എഗൻസ്റ്റ് 37 ഇറ്റ് വാസ് ഓൺലി 17. രണ്ടാമത്തെ കാര്യം, ഏർണിംഗ്സ് വിസിബിലിറ്റിയെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ. ഇപ്പോൾ എഗൻസ്റ്റ് ഇൻഡസ്ട്രി വാല്യുവേഷൻ, ആ സ്റ്റോക്കിൽ പെടുന്ന ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ 37 ആണെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ ഓവർ വാല്യൂഡ് ആയി 51 പോയി. അടുത്ത ക്വാർട്ടർ റിസൾട്ട് നല്ലതല്ല എങ്കിൽ carrying this stock will definitely lead to a big risk actually. മനസ്സിലായി? ഇതാണ് ഫസ്റ്റ് സ്റ്റോക്ക്. രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം നമുക്ക്. ഇതാണ് രണ്ടാമത്തെ സ്റ്റോക്ക് പറഞ്ഞത്. Q1 റിസൾട്ട് വന്നപ്പോൾ Q1 റിസൾട്ട് ഏപ്രിൽ മെയ് ജൂണിൽ റിസൾട്ട് വന്നത് ഓഗസ്റ്റ് മാസം 2ാമത്തെ ആഴ്ചയാണ്. അന്ന് സ്റ്റോക്കിന്റെ പ്രൈസ് 642 ആയിരുന്നു. Q1 റിസൾട്ട് എക്സലന്റ് ആയിരുന്നു. സ്റ്റോക്ക് 812 രൂപ 811 ഹിറ്റ് ചെയ്തു. ശരിക്കും അണ്ടർ വാല്യൂ സ്റ്റോക്കാണ്. ഇൻഡസ്ട്രി ആയിട്ട് നോക്കാൻ നേരത്ത് സോ സംതിങ് അറൌണ്ട് 33% റിട്ടേൺ കൊടുത്തു ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് 2 weeks. 33% റിട്ടേൺ കൊടുത്തിട്ട് സ്റ്റോക്ക് ഒന്ന് പുൾ ബാക്കിൽ പോയി. പുൾ ബാക്ക് സ്റ്റോക്കിനെ വെയിറ്റ് ചെയ്ത് കിടക്കുക ചെയ്തത്. എന്താ സംഭവിച്ചത്? Q2 റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഇറ്റ് വാസ് എന്താ പറയണ്ടേ, വേ ബിലോ ദാൻ എക്സ്പെക്ടഡ്.
ശരിക്കും റിസൾട്ട് മോശമായി. സ്റ്റോക്ക് 811 നിന്നും 540 റേഞ്ചിലേക്ക് സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. ഈ ലെവലൊക്കെ കയറിയ ആൾക്കാർക്ക് ഈ ഷോർട്ട് ടൈം സ്വിംഗ് ട്രെൻഡിനെ കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഈ ലെവലൊക്കെ സ്റ്റോക്ക് പിടുന്ന ലെവലിലേക്ക് അവർ ഒരിക്കലും പോകത്തില്ലായിരുന്നു ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുവാണെങ്കിൽ പ്ലീസ് ബി ഫോക്കസ് ടു ഷോർട്ട് സ്വിംഗ് ട്രേഡ് വെയർ നിങ്ങൾ സ്റ്റോക്കിന്റെ ഫണ്ട പെർഫോമൻസ് വെച്ച് വാല്യുവേഷൻ വെച്ച് സ്റ്റോക്കിനെ അസസ് ചെയ്തിട്ട് ആ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് വെച്ച് ആ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ ബിഹേവിയർ വെച്ച് നിങ്ങൾ എൻട്രി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടാനുള്ള സാധ്യത, പോസിബിലിറ്റീസ് ഓൾവേസ് ഹ്യൂജ്. നിങ്ങൾ ഒരിക്കലും പെട്ടുപോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നിങ്ങൾ ആ സ്റ്റോക്കിൽ സെയിം ക്വാർട്ടർ തന്നെ എക്സിറ്റ് ചെയ്തിരിക്കണം. ഫ്രണ്ട്സ്, വാല്യുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ നിങ്ങളിപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. സ്ക്രീനറിൽ പോയി ചെക്ക് ചെയ്താൽ മതി. ഇൻഡസ്ട്രി വാല്യുവേഷൻ, നിങ്ങളുടെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. അണ്ടർ വാല്യൂഡ് ആണോ, ഓവർ വാല്യൂഡ് ആണോ, അതോ റീസെൻ്റ് വാല്യൂഡ് ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ഈ ഒരു എക്സസൈസ് നിങ്ങൾ 1-2 സ്റ്റോക്ക് മാത്രമായിട്ട് നിർത്തരുത്. നിങ്ങളൊരു 10-15 സ്റ്റോക്ക് എടുത്ത് ഇൻഡസ്ട്രി വാല്യുവേഷൻ എന്താണ്, സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എന്താണ്, ബാക്കിയുള്ള സ്ക്രീനിൽ കാണുന്ന ROC, ROE, ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, എന്താ പറയേണ്ടത്, ഇൻട്രിൻസിക് വാല്യൂ എന്താണ്, അല്ലെങ്കിൽ എൻ്റർപ്രൈസ് വാല്യൂ എന്താണ്, അങ്ങനെ കുറേ മെട്രിക്സുകൾ കിടപ്പുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ വാല്യുവേഷൻ പോയിന്റിൽ നമ്മുടെ സംസാരം നമ്മളിന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ നമ്മൾ ബേസിക്കലി എന്താ പറയുക, നമ്മുടെ ക്വാർട്ടർലി റിസൾട്ട് വെച്ച് എങ്ങനെയാണ് നമ്മൾ അസസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് സ്റ്റോക്കിനെ മാറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫാണ് ശരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. സൈനിങ് ഓഫ് കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഫ്രം Eqtfx.